Good afternoon. Good afternoon, Miss. Good afternoon. അപ്പൊ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് കേട്ടോ. ഓരോ ചാപ്റ്ററിൽ നിന്നുമായിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. അതിന്റെ ആൻസർ നിങ്ങൾ എഴുതാം. ഓരോ ചാപ്റ്ററിന്റെയും ആൻസേഴ്സ്, അതായത് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അതിന്റെ ആൻസർ എഴുതുക, ദെൻ അത് പറയാം. ആ ഒരു രീതിയിലാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, റെഡി ആണോ? ഓക്കെ ആണോ? റിപ്ലൈ ഇല്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആദ്യം പറയുന്നത്. ക്വസ്റ്റ്യൻസ് ആദ്യം ഞാൻ പറയാം. ഓപ്ഷൻസ് ആവശ്യമെങ്കിൽ മാത്രം തരാം. ഓപ്ഷൻസ് വേണമെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ ഓപ്ഷൻ പറയില്ല. ആവശ്യമുള്ള കാര്യത്തിന് മാത്രമേ ഓപ്ഷൻ തരുള്ളൂ. തനി എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാനായിട്ട് പോകുന്നത് ദ വേർഡ് ആയുർവേദ മീൻസ്. ദ വേർഡ് ആയുർവേദ മീൻസ്. The word Ayurveda means. Then second question, the national health policy was proclaimed in dash. The national health policy was proclaimed in dash. The national health policy was proclaimed in was proclaimed in dash. Proclaimed, പ്രഖ്യാപനം, in dash. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, expand NHPs. Expand NHPs. Expand NHPs. Then നാലാമത്തെ questions, India's health system. India's health system can be categorized into dash phases. Dash phases. India's health system can be categorized into dash phases. Okay. Then last question, full form of CHC. Full form of CHC. Okay, answers എഴുതിയോ? ആൻസേഴ്സ് എഴുതിയോ? നിങ്ങൾ എന്താ മിണ്ടാത്തെ? ചോദിച്ചിട്ട് ഞാൻ മൈക്ക് ഓൺ ആണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നേ. ആൻസേഴ്സ് ഓക്കെ ആണോ? എഴുതിയോ എല്ലാവരും? സംസാരിക്കാട്ടോ, നമ്മള് ഇന്ററാക്റ്റീവ് സെഷനിലായിട്ടാണ് പോവുക. കാരണം ഇത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതാണ്, ചാപ്റ്റർ പഠിപ്പിക്കുന്നതല്ല. ഓക്കെ,
ഓക്കെ, അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അൻവർ സാദിഖ് ഒന്ന് പറഞ്ഞേ. ആദ്യത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എന്താണ്? ദ വേർഡ് ആയുർവേദ മീൻസ് എന്താണ്? ടൈപ്പ് ഓഫ് സയൻസ്. മീനിങ് സയൻസ് ഓഫ് ലൈഫ്. ഓക്കെ, അതാണ് ആൻസർ വരിക. സയൻസ് ഓഫ് ലൈഫ്. ഓക്കെ, നേരെ തിരിച്ചു എഴുതിയത്. നേരെ തിരിച്ചാണ് എഴുതിയത് അല്ലേ? ഓക്കെ, സാരില്ല. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചിന്നു ജ്യൂസ് എന്ന് പറഞ്ഞേ. ഹെൽത്ത് പോളിസി രണ്ടാമത്തെ എനിക്ക് കിട്ടിയില്ല മിസ്. കിട്ടിയില്ല. ആ, പറയാ ആരാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞേ. ആരും എഴുതിയിട്ടില്ല. 1983. ആ, 1983. വെരി ഗുഡ്. 1983 ഒരു ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തത് കേട്ടോ. ഓക്കെ, എക്സ്പാൻഡ് NHPs. ഹൈന അൽത്താഫ്. ഹൈന അൽത്താഫ് ഒന്ന് പറഞ്ഞേ. NHPs ഒന്ന് പറഞ്ഞേ. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ആണ്. ആ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. ഓക്കെ, അടുത്തതിന്റെ ആൻസർ എന്താ വരിക? ഹെൽത്ത് സിസ്റ്റത്തിന് എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3. ആ, 3. ഓക്കെ, ഫുൾ ഫോം ഓഫ് CHSE. CHSE ഫുൾ ഫോം എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ആ, ഓക്കെ, വെരി ഗുഡ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അപ്പൊ ഓർമ്മയുണ്ടല്ലേ നിങ്ങൾക്ക് പഠിച്ചതൊക്കെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. സൈസ് ഓഫ് എഴുതിക്കോളൂ കേട്ടോ. സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ. സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ is measured by the number of dash. Size of a hospital is measured by the number of dash. Answer is that. Then another question. Majority of the hospitals in India, are dash hospital. Majority of the hospitals in India are dash hospital. The next question. Which of the following is an example of secondary care hospital? Secondary care hospital. Which of the following is an example of secondary care hospital? Example എഴുതാട്ടോ. Secondary care hospital example എഴുതാം. Then അടുത്ത question. Full form of PGI. Full form of PGI. Full form of PGI. The next question. Write an example of long stay hospital. Write an example of long stay hospital. Okay.
ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞേ. സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് മെഷേർഡ് ബൈ ദ നമ്പർ ഓഫ് ഏതാണ് Bed availability. ഇൻപേഷ്യന്റ് ബെഡ്സ് കേട്ടോ. ഇൻപേഷ്യന്റ് Bed ബെഡ്സ് availability. അടിസ്ഥാനത്തിലാണ് സൈസ്, ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഓക്കെ. Then majority of the hospitals in India are dash hospital. Small hospital. Small hospitals. അപ്പൊ പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണ്? പോപ്പുലർ ആയിട്ടുള്ളത് ഇന്ത്യയിലെ മെജോറിറ്റി സ്മോൾ ആണ്. പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണ്? അപ്പോ Mid size. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. ഓക്കെ, വെരി ഗുഡ്. Then അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഏതായിരുന്നു? Which of the following is an example of secondary care hospital? ഏതൊക്കെയാണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ? PHC, district hospital. Divisional and district. ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എക്സാമ്പിൾ ആയിട്ട് വരിക. അപ്പോ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എക്സാമ്പിൾ എന്തായിരിക്കും? PHC. PHC. ഓക്കെ, വെരി ഗുഡ്. PHC ആണ് പ്രൈമറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരിക. Then PGA ഫുൾ ഫോം എന്താണ്? PGA Post graduate Postgraduate institute. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. Then write an example of long stay hospital. Long stay rehabilitation center, palliative care, geriatric Palliative center. hospital. mental hospital, rehabilitation center, geriatric care center, then palliative care centers. ഇത്രയും എന്തിന് ഉദാഹരണമാണ്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ഉദാഹരണമാണ്. ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന്റെ പീരീഡ് എത്രയാണ്? ദിവസങ്ങളാണോ, മാസങ്ങളാണോ, ആഴ്ചകളാണോ? എങ്ങനെയാ വരിക? ഏതാണ്? More than 20 days. ഷോർട്ട് അല്ലേ? മന്ത്സ് ഓർ ഇയേഴ്സ് ആണ് വരിക. ഒന്നില്ലെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളാണ് വരിക കേട്ടോ ലോങ് സ്റ്റേ ഹോസ്പിറ്റല്. 20 years വരെ ഏതായിരുന്നു പറഞ്ഞേ? ഷോർട്ട്. മാറിപ്പോയതാ. ഓക്കെ ഓക്കെ, ഷോർട്ട് സ്റ്റേ ആണത് കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിന് ഞാൻ ഓപ്ഷൻ തരാം, നിങ്ങളൊന്ന് ഊഹിച്ചെഴുതുക കേട്ടോ. Decontamination area is related to dash. Decontamination area is related to dash. Option A, severe head injury. Option A, severe head injury. Option B, stroke. Option B, stroke. Option C, chemical explosion. Option C, chemical explosion. Option D, chest pain. Option D, chest pain. ഓക്കെ, അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് MLC. ഫുൾ ഫോം ഓഫ് MLC. Then next, emergency department open dash hours a day. Emergency department open dash hours a day. Then next, what is the meaning of SAMA? What is the meaning of SAMA? What is the meaning of SAMA?
ഓക്കെ, ആൻസർ ഒന്ന് പറയാമോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? സി. കെമിക്കൽ എക്സ്പ്ലോഷൻ കേട്ടോ. ഓക്കെ, ഡീകണ്ടാമിനേഷൻ ഏരിയ ഈസ് റിലേറ്റഡ് ടു കെമിക്കൽ എക്സ്പ്ലോഷൻ. ദെൻ MLCയുടെ ഫുൾ ഫോം എന്താണ്? MLCയുടെ മെഡിക്കൽ മെഡിക്കോ ലീഗൽ കേസ്. മെഡിക്കോ ലീഗൽ കേസ്. ഓക്കെ മാം, ഒരു ഡൗട്ട് ഉണ്ട്. ചില ഓപ്ഷൻസിൽ മെഡിക്കൽ എന്നുണ്ട്, ചിലതിൽ മെഡിക്കോ എന്നാണ്. അപ്പൊ ഏതായിരിക്കും ശരി? മെഡിക്കോ അങ്ങനെയാ പറയാം. മെഡിക്കോ ലീഗൽ കേസ് എന്നാണ് കേട്ടോ പറയാം. ഓക്കെ, ഓക്കെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എത്ര നേരമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? 24 hours. 24 hours ആയിട്ട്. ഓക്കെ, സാമ, മീനിങ് ഓഫ് സാമ, സൈനിങ് അഗൈൻസ്റ്റ് Signing മെഡിക്കൽ അഡ്വൈസ്. Address. സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫ്രണ്ട് ഓഫീസ് വർക്ക് ഫ്ലോ കേട്ടോ. ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത്. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CRM stands for. എന്താണ് CRM? What is the full form of CRM? Customer Relationship Management. ഓക്കെ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് അല്ലെ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാൻ ഞാൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കസ്റ്റം? അതിന് എക്സാമ്പിൾ തരാം കേട്ടോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കസ്റ്റം? കസ്റ്റമിന്റെ മീനിങ് എന്താണെന്ന് കേട്ടോ. ഓപ്ഷൻ എ നീഡ്സ്. ഓപ്ഷൻ എ നീഡ്സ്. Habit ആണോ? എന്താണ്? Habit ആണോ? അതെ അതെ, ഞാൻ പറയുമ്പോ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. മറ്റുള്ളവർ Okay. അപ്പോ നീഡ്സ്, ഓപ്ഷൻ എ നീഡ്സ്, ഓപ്ഷൻ ബി എക്സ്പെക്ടേഷൻ, ഓപ്ഷൻ സി ഹാബിറ്റ്, ഓപ്ഷൻ ബി ഫെസിലിറ്റി. ഓപ്ഷൻ എ നീഡ്സ്, ഓപ്ഷൻ ബി എക്സ്പെക്ടേഷൻ, ഓപ്ഷൻ സി ഹാബിറ്റ്, ഓപ്ഷൻ ബി ഫെസിലിറ്റി. എഴുതുക കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. Which of the following does not come under? Which of the following does not come under customer expectations? Which of the following does not come under customer expectations? And an option തരാം. Option A advertising. Option A advertising. Option B marketing. Option B marketing. Option C cultural values. Option C cultural values. Option D none of the above. Option D none of the above. Okay, ഒന്ന് ആൻസർ പറഞ്ഞേ. CRM എന്താണ്? CRM ന്റെ ഫുൾ ഫോം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഓക്കെ. Then what is the meaning of custom? കസ്റ്റമിന്റെ മീനിങ് എന്താണ് ഇതിനകത്ത്? Habit. ഹാബിറ്റ്. റൈറ്റ് ആൻസർ ആണ്. ഹാബിറ്റ് ആണ് കസ്റ്റമിന്റെ മീനിങ് വരിക. Then അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following does not come under customer expectations? താഴെ പറയുന്നവയിൽ ഏതാണ് കസ്റ്റമർ? D none of the above. D none of the above. ബാക്കി മൂന്നും കസ്റ്റമർ എക്സ്പെക്ടേഷൻസിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതിനടുത്തത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. Okay, first question. Which of the following, എഴുതിയെടുക്കാട്ടോ നിങ്ങള്, which of the following cannot be used by the personnel? Cannot be
used by the personnel in an operation theatre. Which of the following cannot be used by the personnel in an operation theatre? Option തരാം. Option A, mask. Option A, mask. Option B, caps. Option B, caps. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. പറയാം. Which of the following cannot be used by the personnel? Cannot be used by the personnel in an operation theatre. In an operation theatre. Option A, mask. Option A, mask. Option B, caps. Option B, caps. Option C, eye shield. Option C, eye shield. Option D, jewelry. Option D, jewelry. ഏതാണ് ആൻസർ വരുന്നേ? jewelry. Jewelry എന്നല്ലേ? Okay, very good. Then അടുത്ത ചോദ്യം. Who is done by the operation? Who is done by the operation? ആരാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്? ആരാ? സർജൻ. സർജൻസ് ആണ് ആൻസർ വരിക. ഓക്കെ. Then അടുത്ത ചോദ്യം. The OT suit is designed on the concept of dash songs. The OT suit is designed on the concept of dash songs. 4. എത്രയാണ്? 4 ആണ് അല്ലേ? 4 ആണ്. ഓക്കെ. 4 സോങ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം. ഫുൾ ഫോം ഓഫ് TSSU. Full form of TSSU. എന്താണ്? Theatre Sterile Supply Unit. Theatre Sterile Supply Unit. Okay. അടുത്ത ചോദ്യം പറയാൻ പോകുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. Which of the following is the qualification of staff nurse? ഓപ്ഷൻ ആവശ്യമുണ്ടോ ഇതിന്? സ്റ്റാഫ് നഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ? ഓപ്ഷൻ പറയാട്ടോ ഞാൻ. ഓപ്ഷൻ പറയാം. Option A, +2 science. Option A, +2 science. Qualification of staff nurse ആണ്. Nurse കേട്ടോ. Option A, +2 science. Option B, any degree. Option B, any degree. Option C, bachelor degree or diploma. Bachelor degree or diploma from recognized nursing program. Then option D, none of the above. Option D. ഏതാണ്? C. C Bachelor degree of diploma from recognized nursing program. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയാനായിട്ട് പോകുന്നത് ലബോറട്ടറി സർവീസ് എന്നാണ് കേട്ടോ. ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. എഴുതുക. ലാബ് സർവീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഡാഷ് ഡിവിഷൻസ്. Lab services can be classified into dash divisions. 5. 5. Okay, very good. The next question. Hematology deals with the study of dash. Hematology deals with the study of dash. എന്താണ്? Blood. Blood. Okay. Then അടുത്ത question. The study of parasites is also known as dash. The study of parasites is also known as dash. എന്താണ് ഉത്തരം വരിക? പാരസൈറ്റ്സിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? Bacteriology. എന്താണ്? Parasitology. പാരസൈറ്റോളജി. Okay. പാരസൈറ്റോളജി എന്നാണ് കേട്ടോ. ബാക്ടീരിയോളജി ബാക്ടീരിയ, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ഓക്കെ. അപ്പൊ പാരസൈറ്റോളജി എന്നാണ് പാരസൈറ്റ്സ് എന്താ പറയാ സ്റ്റഡീനെ അറിയപ്പെടുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. Dash is the study of special antibodies in the blood. Dash is the study of special antibodies in the blood. ബ്ലഡിലെ സ്പെഷ്യൽ ആന്റിബോഡീസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്താണ് അറിയാമോ? ഓപ്ഷൻ പറയാം. ഇമ്മ്യൂണോളജി. ഒന്ന് ഇമ്മ്യൂണോളജി, ഓപ്ഷൻ എ. ബി സെറോളജി. സി ഹോർമോണൽ അസേസ്. ഡി നൺ ഓഫ് ദ എബോവ്. ഏതായിരിക്കും ആന്റിബോഡീസിനെ കുറിച്ച് പഠിക്കുന്നത്, സ്പെഷ്യൽ ആന്റിബോഡീസിനെ കുറിച്ച് പഠിക്കുന്നത്? Serology. സെറോളജി ആണ് കേട്ടോ. ബി ആണ് സെറോളജി. ഓപ്ഷൻ ഒന്നുകൂടെ പറയാം. സി ഏതായിരുന്നു ഒന്നുകൂടെ പറയാവോ? സി ഓപ്ഷൻ. ഇമ്മ്യൂണോളജി, ഇമ്മ്യൂണോളജി, സെറോളജി, SEROLOGY, സെറോളജി, ഹോർമോണൽ അസേസ്, none of them. Okay. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് NaBl. NaBl ഫുൾ ഫോം എഴുതാം. എക്സ്പാൻഡ് NaBl. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. NaBl എന്താണ് വരിക? NaBl ഫുൾ ഫോം വരിക National Accreditation Board for Testing and Calibration. Calibration Laboratories. അത് തന്നെയാണ് കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഓക്കെ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അതാണ് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലബോറട്ടറി സർവീസ് എന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഔട്ട്ലൈൻ. ഇതിന് ഞാൻ ഓപ്ഷൻ തരാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഹു ഔട്ട്ലൈൻ എക്സിക്യൂട്ട്. ഹു ഔട്ട്ലൈൻ എക്സിക്യൂട്ട് and supervise the laboratory quality management program. Who outline, execute and supervise the laboratory quality management program? Option A, lab manager.
ഓപ്ഷൻ ബി ലാബ് സൂപ്പർവൈസർ. ഓപ്ഷൻ സി ലാബ് അറ്റൻഡർ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ആൻസർ എന്താണ്? ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? അത് ഏത് വ്യക്തിയാണ് അത് ചെയ്യുന്നത്? ആരാ ചെയ്യുന്നേ? കിട്ടുന്നില്ലേ? ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ലാബ് മാനേജർ ഉണ്ട്, ലാബ് സൂപ്പർവൈസർ ഉണ്ട്, ലാബ് അറ്റൻഡർ ഉണ്ട്, നൺ ഓഫ് ദ എബോവ്. ലാബ് മാനേജർ കേട്ടോ, ലാബ് മാനേജർ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ, ലാബ് മാനേജർ. പിന്നെ അതിനകത്ത് വരുന്ന ആ ഒരു ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട സിംബൽസ് നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണത്. കുറെ സിംബൽസ് കൊടുത്തിട്ടുണ്ട്. ഹാംഫുളിന്റെ സിംബൽ എന്താണ്, അതുപോലെ റേഡിയേഷൻ ഹസാർഡിന്റെ സിംബൽ എന്താണ്, അതുപോലെ തന്നെ റിസ്ക് ഓഫ് എക്സ്പ്ലോഷന്റെ സിംബൽ എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെഡിക്കൽ റെക്കോർഡ് ഈസ് എ ഡാഷ് റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് ഈസ് എ ഡാഷ് റെക്കോർഡ്. എന്താണ് മെഡിക്കൽ റെക്കോർഡ്? എന്ത് റെക്കോർഡാണ്? ലീഗൽ റെക്കോർഡ്. ലീഗൽ റെക്കോർഡാണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ലീഗൽ റെക്കോർഡാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ബാക്ക് ബോൺ ഓഫ് മെഡിക്കൽ റെക്കോർഡ് സർവീസസ്? Who is the backbone of medical record services? ഞാൻ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ ഹോസ്പിറ്റൽ, ഓപ്ഷൻ എ ഹോസ്പിറ്റൽ, ഓപ്ഷൻ ബി മെഡിക്കൽ റെക്കോർഡ് എക്സ്പേർട്ട് കമ്മിറ്റി, ഓപ്ഷൻ ബി മെഡിക്കൽ റെക്കോർഡ് എക്സ്പേർട്ട് കമ്മിറ്റി, ഓപ്ഷൻ സി നഴ്സ്, ഓപ്ഷൻ ഡി ഡോക്ടർ. ആരാണ് ഇതിനകത്ത് ബാക്ക് ബോൺ ഓഫ് മെഡിക്കൽ? മെഡിക്കൽ റെക്കോർഡ് എക്സ്പേർട്ട് കമ്മിറ്റി ആണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്നോട് പറയണം. ഹു ഈസ് ദ ബാക്ക് ബോൺ ഓഫ് മെഡിക്കൽ റെക്കോർഡ് സർവീസസ്? ഹു ഈസ് ദ ബാക്ക് ബോൺ ഓഫ് മെഡിക്കൽ റെക്കോർഡ് സർവീസസ്? ഇനി ഇതിനകത്ത് നിന്ന് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്താൻ പറ്റുമെന്ന് നോക്ക്. ഞാൻ ക്വസ്റ്റ്യൻ പറയാം. ഈച്ച് പേഷ്യന്റ് വിൽ ഹാവ് ഡാഷ് dash and dash. വീണ്ടും ഒരു ഡാഷ് വരുന്നുണ്ട് കേട്ടോ. Each patient will have dash and dash used for all episode of care. Used for all episode of care. 1 unit record and unique number. One permanent number. 1 unit record and 1 permanent number. അതാണ് അതിന്റെ ആൻസർ വരിക കേട്ടോ. 1 unit record and 1 permanent number. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാനായിട്ട് പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നാണ് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പാരാഡിഗം ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്.
paradigm is used for dash. Option തരാം കേട്ടോ. Option A, memory tool. Option A, memory tool. Option B, measuring tool. Option C, keynote. Option C, keynote. Option D, none of the above. Option D, none of the above. Option A, memory. മെമ്മറി. മെമ്മറി ടൂൾ. ഓക്കെ, മെമ്മറി ടൂൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Expansion of MCA. Expansion of MCA. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ ആവശ്യമുണ്ടോ? എഴുതാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ, എന്താണ് MCAയുടെ എക്സ്പാൻഷൻ? എന്താണ്? മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്. ഓക്കെ, വെരി ഗുഡ്. മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്. ഇനി അടുത്തൊരു എക്സ്പാൻഷൻ ആണ്, എക്സ്പാൻഷൻ ഓഫ് ICS. ICS. Expansion ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഓക്കെ, വെരി ഗുഡ്. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റംസ്. MCAക്ക് വേറൊരു ഫുൾ ഫോമും കൂടി ഇല്ലായിരുന്നോ? MCAക്ക് ഏതായിരുന്നു അത്? അത് ഞാൻ പറയാവേ, ഞാനത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. അതിന് മുന്നേ ആയിട്ട് ഒരു ഫുൾ ഫോം പറഞ്ഞ പോലെ. ഒരു ഫുൾ ഫോം പറഞ്ഞല്ലേ? കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ഒന്നും വരില്ല കേട്ടോ. ഇത് ഡിസാസ്റ്ററിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുമ്പോ കിട്ടുന്നത്. ജനറൽ ആയിട്ട് ഇടുമ്പോൾ 2 എണ്ണം വരില്ല കേട്ടോ. അതോർത്ത് പേടിക്കണ്ട. മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ്. ഓക്കെ, മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉള്ള ഒരേ തരം ക്വസ്റ്റ്യൻസ് വരില്ല. ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ചിലപ്പോ ആ ക്വസ്റ്റ്യൻ അവോയ്ഡ് തന്നെ ചെയ്തേക്കാം. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ചിലപ്പോ ഇപ്പൊ പറഞ്ഞാൽ നന്നായി, അല്ലെങ്കിൽ അറിയില്ലായിരുന്നു. ചിലപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാല് ചിലപ്പോ കുട്ടികൾക്ക് ഡൗട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ മാസ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ ഓപ്ഷൻസിൽ കേട്ടോ. 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. രണ്ടും കൂടി എന്തായാലും ഒരുമിച്ച് തരില്ല. ഓക്കെ, കോഡ് ഗ്രീൻ, അതായത് ഡിസാസ്റ്ററിൽ കോഡ് ഗ്രീൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കോഡ് ഗ്രീൻ ഈസ് റിലേറ്റഡ് ടു എന്താണ്? ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കേട്ടോ. ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്. അത് എഴുതണം എന്നില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ്. അടുത്തത് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. എക്സ്പാൻഷൻ ഓഫ് TQM. TQM ന്റെ ഫുൾ ഫോം എഴുതുക.
ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നാണ് TQM ഫുൾ ഫോം വരിക കേട്ടോ. TQM. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ നാഷണൽ അക്രഡിറ്റേഷൻ. Dash is a national accreditation board for. Dash is a national accreditation board for hospitals and healthcare providers. NAB. NABH അഥവാ NAB ആണ് കേട്ടോ. ഹോസ്പിറ്റൽസിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനുമുള്ള അക്രഡിറ്റേഷൻ സംവിധാനമാണ് NAB എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹൗ മെനി ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഇൻ NAB? How many objective elements in NAB? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എത്ര ഉണ്ട് NABിലെ? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എത്ര എണ്ണമാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉള്ളത്? പറഞ്ഞോ, എണ്ണം പറഞ്ഞോ. ഒന്ന് ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെ എണ്ണം പറഞ്ഞേ നിങ്ങളൊന്ന്. ഓപ്ഷൻ വേണോ? കാണാതെ പറയാൻ പറ്റുന്നില്ലേ? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ട് NAB ഗൈഡ് ബുക്കില്? അൻവർ സാദിക്ക് എത്ര എണ്ണം ഉണ്ട്? 651. ആ, പിന്നെന്താ പറയാത്തെ? 651 കേട്ടോ. കറക്റ്റ് ഓർമ്മ വരുന്നില്ല, വായില് കടന്നിങ്ങനെ. ഓക്കെ, 651 എണ്ണം ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പാൻഷൻ ഓഫ് KPI. KPIയുടെ ഫുൾ ഫോം എഴുതുക. KPI. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ആ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫുൾ ഫോം ഓഫ് GRN. GRNന്റെ ഫുൾ ഫോം എഴുതുക. എന്താണ് GRNന്റെ ഫുൾ ഫോം വരിക? ഗുഡ് റിപ്പീറ്റ് നോട്ട് എന്നാണോ? ആ, ഗുഡ് റിപ്പീറ്റ് നോട്ട് കറക്റ്റ് ആണോ? ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്നാണോ ഗുഡ് റിപ്പീറ്റ് നോട്ട് എന്നാണോ? ഏതാണ് കറക്റ്റ് വരിക? റെസിപ്റ്റ് അല്ലേ? റെസിപ്റ്റ് നോട്ടല്ലേ? റെസിപ്റ്റ് നോട്ടാണ്. റെസിപ്റ്റ് നോട്ടാണ്. ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്നാണ് കറക്റ്റ് ഉത്തരം വരിക. ഓക്കെ, then what is mean by re-intubation? ഞാൻ ഓപ്ഷൻ തരില്ല കേട്ടോ. What is mean by re-intubation? എന്താണ് re-intubation എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് re-intubation? ഒന്ന് പറഞ്ഞു. ഞാൻ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞതാണ്. ഇതൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, മറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതാണ്. എന്താണ് re-intubation? ഇൻക്യുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ അങ്ങനെ എന്തോ സംഭവമാണ്. ഓക്കെ, ഇൻക്യുബേഷൻ ആഫ്റ്റർ എക്സ്റ്റുബേഷൻ, അതാണ് re-intubation. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഓഡിറ്റിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഓപ്ഷൻ തരുന്നില്ല. ഹൗ മെനി സ്റ്റേജസ് ഇൻ ആൻ ക്ലിനിക്കൽ ഓഡിറ്റ്? ക്ലിനിക്കൽ ഓഡിറ്റിൽ എത്ര സ്റ്റേജുകളുണ്ട്? 6. ഓക്കെ, വെരി ഗുഡ്. 6 സ്റ്റേജുകളാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഈസ് എ ഡാഷ് ഓഡിറ്റ്. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ത് തരം ഓഡിറ്റ് ആണ്? ക്ലിനിക്കൽ.
ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് കേട്ടോ. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. ഓക്കെ, then expansion of HIPAA. HIPAAയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിൾ അക്കൗണ്ടബിലിറ്റി ആക്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഓക്കെ, വെരി ഗുഡ്. Then അടുത്ത ക്വസ്റ്റ്യൻ. UHID is related to dash. UHID is related to dash. Option ഞാൻ പറയാം. Remote patient collaboration, master patient index, master portal, none of the above. ഏതാണ് വരിക? UHID എന്തുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? റിമോട്ട് പേഷ്യന്റ് കൊളാബറേഷൻ ആണോ? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ആണോ? മാസ്റ്റർ പോർട്ടൽ ആണോ? അല്ലെങ്കിൽ ഇതൊന്നുമല്ലേ? ഏതാണ്? മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. അത് തന്നെ, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. Then expand EHR. EHRന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. EHRന്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, then അടുത്തത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്നാണ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഫാദർ ഓഫ് കീബോർഡ്. കീബോർഡിന്റെ പിതാവ് ആരാണ്? ക്രിസ്റ്റഫർ അങ്ങനെ എന്തോ ഒരു പേരാ. ക്രിസ്റ്റഫർ ഷാൾസ് കേട്ടോ. ക്രിസ്റ്റഫർ ഷാൾസ് ആണ് കീബോർഡിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ക്രിസ്റ്റഫർ ഷാൾസ്. ഓക്കെ, then malware consists of dash. മാൾവെയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? മാൾവെയറിന് എത്ര രീതിയിലുണ്ട്? മാൾവെയർ എന്ന് പറഞ്ഞേ, നിങ്ങൾ ഒന്ന് ഓർത്തെടുത്തേ. മാൾവെയർസ്, വൈറസ് ആൻഡ് വോംസ്. വൈറസസ് ആൻഡ് ട്രോജൻ എന്തോ അങ്ങനത്തെ എന്തോ. ട്രോജൻസ് ഉണ്ട്, റാൻസംവെയർ ഉണ്ട്, സ്പൈവെയർ ഉണ്ട്. ഇതൊക്കെ മാൾവെയർസ് ആണ് കേട്ടോ. മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നാണ് അത് പറയാ, മാൾവെയറിനെ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതുക. വിച്ച് ഓഫ് ദ ഫോളോവിങ് does not come under web browser. താഴെ പറയുന്നതിൽ ഏതാണ് വെബ് ബ്രൗസറിൽ പെടാത്തത്? ഓപ്ഷൻ എ ഗൂഗിൾ ക്രോം, ഓപ്ഷൻ എ ഗൂഗിൾ ക്രോം, ഓപ്ഷൻ ബി മൊസില്ല ഫയർഫോക്സ്, ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഏതാണ് ഉത്തരം വരിക? നൺ ഓഫ് ദ എബോവ്. ഇതൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ് അല്ലെ? ഓക്കെ, then expand URL. ന്റെ ഫുൾ ഫോം എന്ന് എഴുതിയ നിങ്ങള്. URL ഫുൾ ഫോം എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അടുത്തൊരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ?
Which of the following is not a application software? Application software ഉൾപ്പെടാത്തത് ഏതാണ്? ഓക്കെ, അതിനകത്ത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് MS Excel ആണ്. ഓപ്ഷൻ ബി MS Word. ഓപ്ഷൻ സി ഫോട്ടോഷോപ്പ്. ഓപ്ഷൻ ഡി Bing. ഏതാണ്? ഓപ്ഷൻ ഡി ഏതാ മാം? Bing. BING. ഇതിനകത്ത് ഏതാണ്? Bing ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് മറ്റു 3 എണ്ണം. ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല. ഓക്കെ, Bing എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വരാവുന്നതാണ് കേട്ടോ. ഓപ്ഷൻ സി എന്ന് പറയാമോ? ഓപ്ഷൻ എ MS Excel ആണ്. ഓപ്ഷൻ ബി വേർഡ് ആണ്. ഓപ്ഷൻ സി ഫോട്ടോഷോപ്പ്. Then D Bing. അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറയാം മിസ്സേ. ഓപ്ഷൻ ഡിയുടെ ബി ആണ്. BING. ഓക്കെ, അപ്പോ ഇത്രയുമാണ് എന്നെ കൊണ്ട് പറ്റുന്ന തരത്തില് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഞാൻ. അപ്പൊ എന്ത് ചെയ്യാ, നന്നായിട്ട് പഠിക്കുക, ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക, റിവിഷൻ ചെയ്യുക നന്നായിട്ട് കേട്ടോ. അപ്പൊ ഞാനൊരു ക്ലാസ് ചോദിച്ചു വന്നതാണ്, എക്സ്ട്രാ ക്ലാസ് എനിക്ക് വേണം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാൻ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പീരീഡ് തന്നതാണ്. കഴിഞ്ഞ ആഴ്ച എന്റെ ഓൾമോസ്റ്റ് എന്റെ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കൂടി ചോദിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഹെൽപ്ഫുൾ ആയോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നത്? കൂടുതൽ ഹെൽപ്പായി. ഓക്കെ, അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ കാണില്ല, എവിടെയെങ്കിലും വെച്ചൊക്കെ കാണുവാണെങ്കിൽ എന്റെ അടുത്തോട്ട് വരിക. HA6B കുട്ടികളാണെന്ന് പറഞ്ഞ് വരിക കേട്ടോ. എവിടെ വെച്ചും കാണുന്നു വിചാരിക്കാം, എവിടെ വെച്ചെങ്കിലും. ഓക്കെ, അപ്പൊ താങ്ക് യു. മൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നന്നായിട്ട് പഠിക്കുക, നല്ല സ്ഥാപനങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ ജോലിക്ക് കയറുക, നന്നായിട്ട് ജോലി ചെയ്യുക. മറ്റേ നമ്മള് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചാണ് ആ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്ലിക്കബിലിറ്റി ആണ് ഇവിടെ കൂടുതൽ കേട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങള് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്റെ വീട് എറണാകുളത്താണ്. എറണാകുളത്ത് നോർത്ത് പറവൂരാണ് എന്റെ വീട് കേട്ടോ. ഓക്കെ, പേരൊക്കെ അറിയാലോ. അശ്വതിനാണ്, കുറെ നാളായല്ലോ. നമ്മൾ അധികം ഇന്ററാക്ഷൻ ഒന്നും വന്നിട്ടില്ല. കൂടുതലും ചാപ്റ്റേഴ്സ് ആണ് പറഞ്ഞു പോയിരുന്നത്, വർത്തമാനം പറഞ്ഞിട്ടില്ല. അങ്ങനെ അതിനുള്ള ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിലാണ് കൂടുതൽ നിങ്ങളുമായിട്ട് നിങ്ങളുടെ വോയിസ് കേൾക്കുന്നത് തന്നെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ആൻഡ് ബൈ. ഓക്കെ, ക്ലാസ് ഇല്ല, 2:30 വരെ ക്ലാസ് ഉള്ളൂ. അതിനുശേഷം ക്ലാസ് ഇല്ല കേട്ടോ. ഇന്ന് എന്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ. ഇനി നാളെയാണ് ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു മിസ്.